എന്റെ തെറ്റ് ദൈവം ക്ഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല എങ്കിൽ എന്നിലുള്ള പാപം നോക്കി അവകാശം പറയും സാത്താൻ എൻ്റെ അടുത്ത് നിൽക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥന കുറിച്ചെടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 89ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 5ാമത്തെ യാചന, ഞങ്ങളുടെ കടക്കോടി ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിൻ്റെ 2ാം ഭാഗം, ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അതേപോലെ ചിന്തിക്കുകയായിരുന്നല്ലോ, പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നുള്ളത് ക്രൈസ്തവ രക്ഷയുടെ, ക്രൈസ്തവ വെളിപാടിൻ്റെ എന്തുമാത്രം മർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ശേഷം കാണുകയുണ്ടായി. ഞങ്ങൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നുള്ളത് ഈ മർമ്മസ്ഥാനത്ത് വരാൻ എന്താണ് കാരണം, അതേക്കുറിച്ചും കൂടെ ചെറിയ ചിന്ത നമുക്ക് ഈ സെഷനിൽ എടുക്കാം. പഴയ നിയമത്തിൻ്റെ അവസാനത്തിലുള്ള പുസ്തകമാണ് സക്കറിയയുടെ പുസ്തകം. ഇടയ്ക്ക് നമ്മൾ സൂചിപ്പിക്കുകയുണ്ട്. സക്കറിയ പുസ്തകം 3ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ പ്രധാന പുരോഹിതൻ ജോഷുവയുടെ പക്കൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി സാത്താൻ നിൽക്കുന്നതിനെ കുറിച്ച് അവിടെ ഒരു ദർശനം സക്കറിയ പങ്കുവെക്കുന്നുണ്ട്. അന്നത്തെ പ്രധാന പുരോഹിതൻ നമ്മുടെ മാർപ്പാപ്പയെ പോലുള്ള വ്യക്തിയാണ് ജോഷുവ പുരോഹിതൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പക്കൽ കുറ്റം ആരോപിക്കാൻ സാത്താൻ നിൽക്കുന്നു. ദൈവമായ കർത്താവ് ശാസിച്ചു, 1 അല്ല 2 പ്രാവശ്യം ശാസിക്കുന്നതായിട്ട് 2ാം വാക്യത്തിൽ പറയുകയാണ്. എന്നിട്ട് സാത്താൻ പോകുന്നതായിട്ട് പറയുന്നില്ല. നമുക്കറിയാം, ഒരു വാക്കിന്റെ വില അത് പറയുന്ന വ്യക്തി അനുസരിച്ചായിരിക്കുന്നത്. ദൈവത്തിന്റെ വാക്കിന് ദൈവത്തോളം വിലയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 വാക്യങ്ങളിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവം തന്നെ, വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു ഈശോ. 14-ാം വാക്യം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം. അതുകൊണ്ട് ഈശോയുടെ വാക്കുകൾക്ക് ദൈവത്തിന്റെ വാക്കിന്റെ പവറാണ്. ലാസർ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ലാസർ പുറത്തു വരിക, ചീഞ്ഞഴിഞ്ഞ മനുഷ്യൻ, കൊടുങ്കാറ്റ് ശമിക്കട്ടെ, അപ്പൊ ശമിച്ചു. അത്തിവർഷം ഉണങ്ങട്ടെ, അപ്പൊ തന്നെ ഉണങ്ങി. ബാലിക എഴുന്നേൽക്കും, ബാലിക മരിച്ച കൊച്ച് എഴുന്നേറ്റു. അപ്പൊ അത് വാക്കിന്റെ പവർ എന്ന് പറയുന്നത് ഏത് വാക്കാന്നുള്ളതല്ല, ആര് പറയുന്നു എന്നതിനെ ആശ്രയിച്ച. അപ്പോൾ സക്കറിയുടെ പുസ്തകത്തില് ദൈവമായ കർത്താവ് സക്കറി കാണിച്ചു കൊടുക്കുകയാണ്, സാത്താനെ ദൈവമായ കർത്താവ് ശാസിക്കുന്നു. എന്താ കാര്യം? തന്റെ പ്രധാന പുരോഹിതൻ ജോഷുവയുടെ പക്കൽ സാത്താൻ അവകാശം പറഞ്ഞേക്കുക. ശാസിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ബഹിഷ്കരണ ശുശ്രൂഷയിൽ 3 ടെക്നിക്കൽ വാക്കുകളുണ്ട്. ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിക്കുക. അപ്പൊ അതിൽപ്പെട്ട ഒരു വാക്കാണ് ശാസിക്കുക. വഴക്ക് പറയുക. വഴക്ക് പറയുന്നപ്പോഴാണ് നമുക്കറിയാമല്ലോ, പിള്ളേരെ എപ്പോഴാണ് കാരണവർ വഴക്ക് പറയുന്നത്? അവർ വേണ്ടാത്ത ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോഴാണ്. അതിനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള താക്കീതാണ് ശാസനയ്ക്കകത്തുള്ളത്. അപ്പൊ സാത്താനെ ദൈവം ശാസിച്ചു എന്ന് പറയുമ്പം, നീ എന്തിനാണ് എൻ്റെ പ്രധാന പുരോഹിതനായ ജോഷുവൊക്കെ നീ നിൽക്കുന്നത്? ഇറങ്ങിപ്പോ, മാറിപ്പോ. അതൊരു ബഹിഷ്കരണ കമാൻഡാണ്. പക്ഷെ സാത്താൻ അനുസരിക്കുന്നില്ല. ഇത് ദൈവം കാണിച്ചു കൊടുക്കുക സക്കറിയായിക്ക്. എന്തിനാണ്? ആ സക്കറിയെ കണ്ട് ബോധ്യപ്പെടണം, ആ സക്കറിയെ പങ്കുവെക്കണം, അന്നത്തെ എഴുത്തുകാരെ എഴുതണം. ആ എഴുതിയ ബുക്ക് ബൈബിള് ഭാവിയിൽ ഉണ്ടാകുമ്പോൾ ബൈബിളിന്റെ ഭാഗമാകണം, നമ്മളെ കിട്ടണം, നമ്മൾക്ക് ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ടാ ദൈവത്തിന് ഒരു വെളിപാടാണിത്. 2 പ്രാവശ്യം ദൈവമായ കർത്താവ് ഒരേ കാര്യം പറയേണ്ട ആവശ്യം ഒരിടത്തുമില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായതാ ഒറ്റ വാക്കുകൊണ്ട്. എന്നിട്ട് ഈ ദൈവമായ കർത്താവിന് സാത്താനെ 2 പ്രാവശ്യം ശാസിക്കേണ്ടി വന്നു. 2 ശാസ്താൻ പോയില്ല. ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. 3ാമത് ശാസിച്ചതിന് പകരം ദൈവം ഒരു കാര്യം ചെയ്യുകയാണ്, ഈ ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റുകയാണ്. 3ാം വാക്യം പറയുന്നുണ്ട്, ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയായിരുന്നു. ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അകൃത്യങ്ങളായിരുന്നു. 4ാം വാക്യം പറയുന്നുണ്ട്, പാപങ്ങളായിരുന്നു. ഈ പാപങ്ങൾ നീക്കപ്പെട്ടു, നല്ല വസ്ത്രം ധരിപ്പിച്ചു. അതോടെ പിന്നെ സാത്താൻ അവിടെ ഇല്ല. നമ്മൾ ആ ദർശനത്തിന്റെ ബാക്കി പിന്നെ വായിക്കുമ്പം സാത്താൻ എപ്പോ പോയി എങ്ങോട്ട് പോയി കാണാനേ ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് വലിയ കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പൊ എൻ്റെ തെറ്റ് ദൈവം ക്ഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല എങ്കിൽ എന്നിലുള്ള പാപം നോക്കി അവകാശം പറയും സാത്താൻ എൻ്റെ അടുത്ത് നിൽക്കും. പാവമുള്ള വ്യക്തിയുടെ പക്കൽ നിന്ന് സാത്താനെ ഓടിച്ചു വിടാൻ ദൈവം തമ്പുരാന് പോലും സാധിക്കില്ല എന്ന് നമ്മൾ പറയണം. അതങ്ങനെ പറയുന്നത് ശരിയാണോ? ദൈവത്തിന് അസത്യം വല്ലതും ഉണ്ടോ? ഇല്ലെന്ന് നമ്മൾ പറയും. ദൈവത്തിന് അസാധ്യം ഒന്നുമില്ലാതെ ഗബ്രിമാലാക്ക മറിയത്തോട് പറയുന്നതായിട്ട് മംഗളവാർത്ത വായിക്കുന്നുമുണ്ട്. പക്ഷെ ദൈവത്തിന് ചില കാര്യം അസാധ്യമായിട്ടിവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യ മക്കൾക്ക് അതുപോലെ തന്നെ മാലാഖയ്ക്കും സ്വതന്ത്ര മനസ്സ് കൊടുത്തു.
ആ സ്വതന്ത്ര മനസ്സ് ദൈവം അനുവദിച്ചു കൊടുത്തത് ദൈവം ഒരിക്കലും ബലമായിട്ട് കീഴ്പ്പെടുത്തുകയല്ല, അവഗണിച്ചുകൊണ്ട് പെരുമാറുകയല്ല. അതുകൊണ്ട് സ്വതന്ത്ര മനസ്സ് ദൈവം തന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തോട് നോ പറഞ്ഞ് സാത്താനോട് യേസ് പറഞ്ഞാൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ അവകാശമായി. ആ അവകാശം നമ്മൾ സാത്താന് കൊടുത്തതാ. അത് ദൈവമായിട്ട് എടുത്ത് കളയുകയല്ല. ഇവിടെ എങ്ങനെയാണ് പ്രധാനപുരം ജോഷുവ സാത്താൻ അവസരം കൊടുത്തത്? ഈ അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ 6-7 വാക്യങ്ങൾ. 7-ാം വാക്യം സക്കറിയ 3:7 കർത്താവ് അരുളി ചെയ്തു ജോഷുവയോട്, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയങ്ങളെ നീ ഭരിക്കുകയും അങ്ങനെ ചുമതല വഹിക്കുകയും ചെയ്യും. അപ്പൊ 2 കാര്യം പറയുന്നത് കേട്ടോ. നീ എൻ്റെ മാർഗത്തിൽ ചരിക്കണം. അർത്ഥം എന്താ? എവിടെയോ ദൈവത്തിന്റെ മാർഗം വിട്ട് പ്രധാനപുരം ജോഷുവ പോയി. ദൈവത്തിന്റെ വഴി വിട്ടുപോകാൻ സാത്താന്റെ വഴി പോയെന്നർത്ഥം. വഴി തെറ്റിക്കുന്നവനാണ് സാത്താൻ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-7 വാക്യം, വഴി തെറ്റിക്കാതിരിക്കട്ടെ കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും. അപ്പൊ ഈ ജോഷുവ പുരോഹിതനെ സാത്താൻ മാർഗം തെറ്റിച്ചു, വഴി തെറ്റിച്ചു. അതാണ് 1-ാമത്തെ കാര്യം. പിന്നെ എന്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ, ദൈവത്തിന്റെ നിർദ്ദേശം, ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന നിർദ്ദേശം ഏതോ കാര്യങ്ങളില് ഈ ജോഷുവ പുരോഹിതനും പാലിച്ചില്ല. മറി സാത്താൻ നിർദ്ദേശം പാലിച്ചു, സാത്താനെ അനുസരിച്ചു. അപ്പൊ സാത്താൻ അവകാശം കിട്ടി. അങ്ങനെ ജോഷുവ തന്റെ സ്വതന്ത്ര മനസ്സ് വെച്ച് സാത്താനെ തന്നെ യുവതിലേക്ക് കയറ്റിക്കൊടുത്ത അവകാശം, അനുവദിച്ചു കൊടുത്ത അവകാശം ദൈവമായിട്ട് ബലമായിട്ട് മാറ്റുകയല്ല. അതാണ് ശാസിച്ചു 2 പ്രാവശ്യം സാത്താൻ പോകുന്നില്ല. ഇവിടെ ദൈവം ചെയ്യുന്നൊരു കാര്യം, ജോഷുവ ഗണിപ്പെട്ടു, മുഷിഞ്ഞ വസ്ത്രം നീക്കുകയാണ്. ആ മുഷിഞ്ഞ വസ്ത്രം മാറാതെ സാത്താന്റെ അവകാശം തീരുകയല്ല, അവൾ നോക്കി നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു ദൈവം? ഒരു മാലാഖയെ കൊണ്ട് മുഷിഞ്ഞ വസ്ത്രം മാറ്റുകയാണ്. ഇത് മാറിക്കഴിയുമ്പോൾ സാത്താൻ അവിടെ നിൽക്കാൻ അവകാശം ഒന്നുമില്ല, സാത്താൻ വിട്ടു പോവുകയാണ്. കൊളോസ്യരുടെ സഭയ്ക്കുള്ള ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തില് ഈശോ തന്റെ കുരിശുമരണം വഴി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ 14-15 വാക്യങ്ങളിൽ നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമേ അവഹേളനപാത്രമാക്കി എന്ന് പറഞ്ഞിരിക്കുകയാണ്. പാപം കുരിശിൽ ചിന്തിയ രക്തത്താൽ ഈശോ നീക്കി കഴുകി മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ആ പാപത്തെ ആയുധമാക്കിക്കൊണ്ട് നമ്മുടെ മേൽ അധികാരം പ്രയോഗിച്ചിരുന്ന ഫോളൻ ഏഞ്ചൽസിന്റെ ആധിപത്യങ്ങൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട റാങ്കിൽപ്പെട്ട പിശാച് ദൂതന്മാര് നിരായുധരായി, അവഹേളന പാത്രമായി, അവർ എളിപ്പനായിട്ട് നാണം കെട്ട് വിട്ടുപോകേണ്ടതായിട്ട് വന്നു. അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് ഈശോ ചെയ്ത കാര്യമാണ്. ഇതാണ് വാസ്തവത്തില് ഈ സക്കറിയ 3 നമ്മൾ കണ്ടതായ ദർശനം വായിച്ചു കഴിയുമ്പോൾ അതിന്റെ ബാക്കിയായിട്ട് തമ്പുരാൻ അവിടെ പറയുന്നത് സക്കറിയ കണ്ടിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ജോഷുവ പറഞ്ഞു, നീ ഇനി എന്റെ നിർദ്ദേശം വിട്ട് പോകരുത്, എന്റെ മാർഗം വിട്ട് മാറരുത്, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് 8-9 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. സക്കറിയ 3 പ്രധാന പുരോഹിതനായ ജോഷുവയും അവന്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവന്റെ സ്നേഹിതനും കേൾക്കട്ടെ, എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. ഇത് വളരെ മനോഹരമായ ഒരു വചന വാഗ്ദാനം പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തിൽ നമ്മൾ കാണുന്നതാണ്. ഒരു ചെടി വളർന്ന് കമ്പ് വന്ന് പൂവും കായും ആകാനായിട്ട് പാകമായി കഴിയുമ്പം ഒരു മൊട്ട അതിനകത്ത് ഇങ്ങനെ ഇലകൾക്കിടയിൽ രൂപപ്പെടുന്നു, ചെറിയൊരു മൊട്ട്. അത് പിന്നെ വിടർന്ന് പൂവാകും, കായാകും, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഇത് സംഭവിക്കാൻ പോകുന്ന പക്ഷേ മൊട്ട ഇലകൾക്കിടയിൽ രൂപപ്പെട്ടു, മൊട്ടിട്ടു എന്ന് പറയല്ലേ, മൊട്ടിട്ടു. പഴയ നിയമത്തിന്റെ ചെടി വളർന്ന് വന്ന് പുതിയ നിയമത്തിലേക്ക് ഈശോയാകുന്ന പുഷ്പവും ഫലവും ഉണ്ടാകാണ്ട് വരുമ്പം അതിന്റെ മൊട്ടിട്ട ഭാഗമാണിത്. എന്താണിത്? എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും, തമ്പുരാൻ പറയുകയാണ്. ഇത് സക്കറിയ പ്രവാചകൻ കേട്ടിട്ട് കുറിക്കുകയാണ്. ആരാണ് ഈ ദാസൻ? ശാഖ മുള, ജെസ്സയുടെ കുറ്റിയിലെ മുള കണ്ടോ, ദാസൻ ഈശോ. അതാണ് യേശയ്യ 52-53 സഹനദാസൻ, കർത്താവിന്റെ ദാസൻ. അപ്പൊ എൻ്റെ ദാസനായ ശാഖ ഞാൻ കൊണ്ടുവരും. യേശയ്യ 53 ആ ശാഖ എന്ത് ചെയ്യുമെന്ന് പറയുന്ന ദാസൻ എന്ത് ചെയ്യും? പാവപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുന്ന കർത്താവിന്റെ സഹനദാസനെ കുറിച്ചാണ് യേശയ്യ 53 വായിക്കുന്നത്. അതാണ് അടുത്ത വാക്യം 9-ാം വാക്യത്തിൽ പറയുന്നത്. ജോഷയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലിൽ 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ, 7 മുഖമുള്ള ഒറ്റക്കല്ലെന്ന് പറയുമ്പോൾ 7 തണ്ടുള്ള വിളക്ക് യഹൂദരുടെ വലിയ പ്രാർത്ഥനയുടെ അടയാളമാണ്, യഹൂദ മതത്തിന്റെ അടയാളമാണ്. 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ എന്ന് പറയുമ്പോൾ യഹൂദ വിശ്വാസത്തിന്റെ മുകളിൽ
ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. എന്താണ്? ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിന്റെ പാപം തുടച്ചു മാറ്റും. സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു. ഒറ്റ ദിവസം കൊണ്ട് ദേശത്തിന്റെ പാപം ഞാൻ തുടച്ചു മാറ്റും എന്ന് പറയുമ്പോൾ എന്താ സംഭവം നമുക്ക് തിരിയുന്നുണ്ട്. ഇന്ന് എന്താണ് ആ ഒറ്റ ദിവസം? ഏത് ദിവസമാണ്? ഈശോയുടെ കുരിശിലെ ബലിയുടെ ദിവസം, ദുഃഖ വെള്ളിയാഴ്ച ദിവസമാണ്. എൻ്റെ ദാസനായ ശാഖ ഞാൻ കൊണ്ടുവരും. എന്തിനാണ്? ഒറ്റ ദിവസം കൊണ്ട് ആ പരിഹാര ബലി വഴിയായിട്ട് ദേശം മുഴുവൻ്റെയും മനുഷ്യവർഗം മുഴുവൻ്റെയും പാപങ്ങൾ നീക്കിക്കളയുന്ന വലിയ സംഭവം നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പം ഈ പ്രധാനപുരവും ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രം ഒരു മാലാഖയെ വിട്ട് മാറ്റിച്ചു. അങ്ങനെ മാലാഖമാരെ വിട്ട് ഓരോരുത്തരെ മുഷിഞ്ഞ വസ്ത്രം പാപങ്ങൾ മാറ്റുക എന്നുള്ളത് അല്ല ദൈവത്തിൻ്റെ പദ്ധതി, മറിച്ച് തൻ്റെ ഏകപുത്രന്റെ പരിഹാര ബലിയിലൂടെയാണ്. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തില് 28-ാമത്തെ വാക്യത്തില് അനേകരുടെ മോചന ദ്രവ്യമായി സ്വന്തം ജീവൻ നൽകാൻ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നുവെന്ന് ഈശോ തന്റെ ദൗത്യത്തെ കുറിച്ച് വ്യക്തമാക്കുക നമ്മൾ കാണുന്നുണ്ട്. മോചന ദ്രവ്യം, അനേകരെ മോചിപ്പിക്കാനുള്ള ദ്രവ്യമായിട്ട്. അതിപ്പോൾ നമ്മൾ പഴയ നിയമത്തിന്റെ അവസാന ഭാഗത്താണ് സക്കറിയ. അടുത്ത പുസ്തകം നമ്മുടെ ബൈബിളിലെ മലാക്കിയാണ്, പിന്നെ മത്തായിയുടെ സുവിശേഷമാണ്. പഴയ നിയമം പൂർത്തിയാവുകയാണ്. മത്തായിയുടെ സുവിശേഷം വരുമ്പോഴേക്കും 1-ാമത്തെ 21-ാം വാക്യം ഗബ്രിയേൽ മാലാഖ യോസേപ്പ് പിതാവ് നൽകുന്ന മംഗളവാർത്തയില് പറയുന്നു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന് പേരിടണം, കാരണം അവൻ തന്നെ ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കണ്ടോ? അപ്പം പഴയ നിയമത്തിന്റെ അവസാനം സക്കറിയ 3:9-10 വാക്യങ്ങളില് ഞാൻ ദാസശാഖ കൊണ്ടുവരും. അവരെന്ത് ചെയ്യും? ദേശം മുഴുവന്റെ പാപദോഷ മാറ്റും എന്ന് പറഞ്ഞ് മുട്ടിട്ട് പഴയ നിയമം പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ മത്തായില് ആ മുട്ട് പയ്യെ വിടരാനായിട്ട് തുടങ്ങുകയാണ്. വിടരാനായിട്ട് തുടങ്ങുന്നു. എന്താണ് ആ മുട്ട്? ദാസൻ, ശാഖ, ഈശോ. യേശു, ആ വാക്കിന്റെ അർത്ഥം എന്താ? യേശു, യേശുവ, യോശുവ, യാഹ്വേ സേവ്സ്. യഹോവ രക്ഷിക്കുന്നു. എവിടുന്ന്? പാപത്തിൽ നിന്ന് രക്ഷിക്കും. അവൻ തന്നെ ജനതയുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇതാണ് ഈശോയുടെ പേരിട്ട് തന്നെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തില് 31 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഒറ്റ ദിവസം ഏതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നത് കാണാൻ പറ്റും. ഇപ്പോഴാണ് ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. എപ്പോൾ? ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരിലേക്ക് ആകർഷിക്കും. അവനിത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് മരിക്കാൻ പോകുന്നത് സൂചിപ്പിക്കാനാണ്. ഉയർത്തപ്പെടുമ്പോൾ, കുരിശിൽ ഉയർത്തപ്പെടുമ്പോഴാണ്, മരിക്കുമ്പോൾ. അങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കുരിശിലെ ബലി വഴി എന്ത് സംഭവിക്കും? ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഈ ലോകത്തിന്റെ അധികാരി ആരാ? സാത്താനാണ്, പിശാചാണ്, സാത്താൻ. അവൻ പുറന്തള്ളപ്പെടും. കാസ്റ്റ് ഔട്ട്, ബഹിഷ്കൃതനാകും, പുറന്തള്ളപ്പെടും, വിൽ ബി കാസ്റ്റ് ഔട്ട്. ഇതേക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് കോസ്മിക് എക്സോർസിസം എന്നാണ്. ഈ പ്രപഞ്ചം മുഴുവനിൽ നിന്നും പിശാചിന്റെ പിടുത്തത്തെ പറിച്ച് ദൂരെ എറിഞ്ഞവനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ഈശ്വര കുരിശിലെ ബലി. യോഹന്നാൻ സുവിശേഷത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യോഹന്നാൻ സുവിശേഷത്തില് അടയാളങ്ങളുടെ പുസ്തകം എന്ന് പറയുന്ന 1-ാം ഭാഗമാണ്. അതിന്റെ 12 അധ്യായങ്ങളും 13 മുതലുള്ളത് മഹത്വീകരണത്തിന്റെ പുസ്തകം എന്ന് പറയുന്ന 2-ാം ഭാഗമാണ്. ഈ 1-ാം ഭാഗത്തിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ യോഹന്നാൻ വിവരിക്കുന്നത് 7 അത്ഭുതങ്ങളേ ഉള്ളൂ. കാനായിലെ കല്യാണ വീട് മുതൽ ലാസറിനെ ഉയർപ്പിക്കുന്നവരെ. പക്ഷെ 7 പിശാചിനെ ബഹിഷ്കരിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അതിനു പകരം യോഹന്നാൻ ബഹിഷ്കരണ സംഭവത്തെ വളരെ ആഴപ്പെട്ട അല്ലെങ്കിൽ വളരെ ഉന്നതമായൊരു കാഴ്ചപ്പാടിലാണ് അവതരിപ്പിക്കുന്നത്. കുരിശിൽ മരിച്ചുകൊണ്ടാണ് ഈശോ മനുഷ്യവർഗത്തിന്റെ മേലുള്ള പിശാചിന്റെ ആധിപത്യം അവസാനിപ്പിച്ചത്. എല്ലാ മനുഷ്യരിലേക്ക് ആകർഷിക്കും. എപ്പോൾ? ഈ ലോകത്തിന്റെ അധികാരി ബന്ധിക്കപ്പെട്ട്, ശാസിക്കപ്പെട്ട്, ബഹിഷ്കരിക്കപ്പെടുമ്പോൾ. പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന മനുഷ്യ മക്കള് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പം അവിടെ പാപങ്ങളെല്ലാം കുഷ്ടിന്റെ രക്തത്താൽ കഴുകി ദൂരീകരിച്ച് കഴിയുമ്പം മനുഷ്യ മക്കള് ഈശ്വര പക്കലേക്ക് വരും, ദൈവത്തിന്റെ പക്കലേക്ക് ആകർഷിതരെ കടന്നു വരും, ദൈവത്തെ ശേഖരിക്കും. മത്തായി 12:29-30 വാക്യങ്ങള് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ എനിക്ക് എതിരാണെന്ന് പറയുന്നില്ലേ? ശക്തന്റെ വീട്ടിൽ പ്രവേശിച്ച് അവനെ ബന്ധിച്ചാൽ അവന്റെ കയ്യിലുള്ളവയെ വീണ്ടെടുക്കാൻ പറ്റും. ഏകദേശം പറയുമ്പോൾ ഇതിനാണ് വരുന്നത്. ജെറമ്യായുടെ പുസ്തകത്തില് 2-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തില് പാപങ്ങൾ നീക്കാൻ എത്രയേറെ കാരവും താളിയും തേച്ച് കുളിച്ചാലും നിന്റെ പാപകരമായില്ല. അത് മായ്ക്കാനുള്ള ഏക മാർഗം യേശു ക്രിസ്തുവിന്റെ രക്തം കുരിശിക്കപ്പെട്ടതാണ്, അതിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന 5-ാമത്തെ യാചന എത്ര മർമ്മപ്രധാനമായ രീതിയിലാണ് പിശാചിന്റെ ആധിപത്യം നമ്മുടെ മേലുള്ളത്
പാപമോചനം വഴി നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ മാറ്റുന്നു. ഞാൻ പറയുകയുണ്ടായി, ഈ ഒരു യാചന നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് നോക്കിയിട്ട്, കഴിഞ്ഞു പോയ കാലത്തിലേക്ക് നോക്കിയിട്ട്, ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിലേക്ക് മുഴുവൻ നോക്കിയിട്ട്, എവിടൊക്കെ ഞാൻ അറിഞ്ഞോ അറിയാതെ പിശാചന് എൻ്റെ മേൽ അവകാശം കൊടുത്തുവോ, പ്രധാനപുരം ജോഷയെ പോലെ അവൻ എൻ്റെ മക്കൾ അവകാശം നിൽക്കാൻ ഇട വന്നിട്ടുണ്ടോ, ആ അവസരങ്ങൾ മുഴുവനും അവസാനിപ്പിച്ച് ദൂരീകരിച്ച് എനിക്ക് അപ്പാ, അങ്ങേ അപ്പാന്ന് വിളിക്കാൻ സാധിക്കുന്നത് അങ്ങ് ചെന്ന് മോനായിട്ട് മോളായിട്ട് മാറാൻ പറ്റണമേ, അതിനുവേണ്ടി ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കാം എന്ന് പറയുന്ന യാചന നമ്മൾ തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.